Hi guys, I'm sruthykarthikeyan. Welcome back to our channel. Lockdown cooking experiment in അഞ്ചാമത്തെ എപ്പിസോഡാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കൊറിയൻ സ്റ്റൈൽ ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ കണ്ടിട്ട് വന്നാലോ. അപ്പോൾ നമുക്ക് കൊറിയൻ സ്റ്റൈൽ ഫ്രൈഡ് റൈസ് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിന് രണ്ട് മെയിൻ ആയിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ. ഒന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് റൈസ്. ഇത് ബസ്മതി റൈസാണ്. ഒരു ഗ്ലാസ് റൈസ് ഞാൻ ഫുള്ളായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് കാണിക്കാനായിട്ട് ഞാനൊരു രണ്ട് കയ്യിൽ എന്നൊക്കെ പറയില്ലേ, അതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി രണ്ടാമത്തെ നമ്മുടെ അടുത്ത താരം എന്ന് പറഞ്ഞാൽ നമുക്കിനി രണ്ടാമത്തെ ആവശ്യമുള്ള കാര്യം കോഴിമുട്ടയാണ്. നമ്മൾ എടുക്കുന്ന റൈസിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം കോഴിമുട്ടയുടെ എണ്ണം തീരുമാനിക്കാൻ. ഇതിപ്പോൾ കുറച്ച് ഉള്ളതുകൊണ്ട് ഞാൻ 2 എടുക്കണുള്ളൂ. നിങ്ങൾ കൂടുതലെണ്ണം എടുക്കുന്നെങ്കിൽ 3 or 4 എടുക്കുക, അല്ലെങ്കിൽ ഇതിലും കുറച്ചാണ് എടുക്കുന്നെങ്കിൽ ഒരെണ്ണമായാലും മതി. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഫ്രൈഡ് റൈസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുട്ട കുക്ക് ചെയ്ത റൈസിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നതാണ് കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി നമുക്ക് ഈ മുട്ടയും ഈ റൈസും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ 2 മുട്ടയും ഈ റൈസായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, സ്പ്രിംഗ് ഒനിയൻ അതൊക്കെ ചെറുതായിട്ട് എരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അപ്പോൾ സ്പ്രിംഗ് ഒനിയൻ ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഇടണ്ട കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളി മാത്രം ഇട്ടാലും മതി. അപ്പോൾ ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എഗ്ഗ് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കാം. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ചോറിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ടയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സോയ് സോസ് ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ. ഇനി കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടിച്ചത് ഇട്ടാൽ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു 5 മിനിറ്റ് നന്നായിട്ട് ഇളക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം അല്ലേ. അടിപൊളിയല്ലേ? ഞാനൊരു പൂവൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പമുള്ള ഈ കൊറിയൻ സ്റ്റൈൽ ഫ്രൈഡ് റൈസ് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ